ഹായ്, ഇന്ന് നമ്മളൊരു കണ്ടംപററി സ്റ്റൈലിലുള്ള ന്യൂജൻ വീടാണ് കാണിക്കുന്നത്. ഈ ഒരു വീട് 3 ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീടിന് അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂം കൂടെ ആഡ് ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ട്. നമ്മളത് ആകെ 3 ബെഡ്റൂമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു ന്യൂജൻ വീടാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എലിവേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു കണ്ടംപററി സ്റ്റൈലാണ്, എന്നാൽ കൂടി എല്ലാ ഫെസിലിറ്റീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ്. ടോട്ടലി 3 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് നേരെ പ്ലാനിലോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ ടോട്ടലി ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് നേരെ പ്ലാനിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോർച്ച് നോക്കാം. ഇതാണ് പോർച്ച് കംപ്ലീറ്റ്ലി കവേർഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർച്ചല്ല വരുന്നത്. അതായത് ഈ വീടിൻ്റെ ഏരിയയിൽ കൂട്ടുന്നതോ അതല്ലെങ്കിൽ എക്സ്പെൻസ് കുറഞ്ഞതോ ആയിട്ടുള്ള പോർച്ചാണ് ഈ ഒരു വീടിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് പെർഗോള ടൈപ്പിൽ നമ്മുടെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. ഓപ്പൺ പോർച്ചാണ് വരുന്നത്. നിങ്ങൾക്ക് എലിവേഷനിൽ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു വലിയ വാഹനം നിർത്താൻ സൈസുള്ളൊരു പോർച്ചാണ് വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലോട്ട് പോവാം. ഈ വൈറ്റ് കാണുന്ന ഈ ഒരു ഏരിയ നമുക്ക് സ്ലാബിൻ്റെ പ്രൊജക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് സിറ്റ് ഔട്ട്. ഇത്രയും ഏരിയയാണ്. നല്ല സൈസുള്ള സിറ്റ് ഔട്ടാണ്. നല്ല വീതിയുമുണ്ട്, നീളവുമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നമുക്ക് 3 പില്ലറാണ് വരുന്നത്. 3 പില്ലറും ഡബിൾ സൈസായിട്ടുള്ള പില്ലറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പോർച്ചിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു CNC ഡിസൈൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിറ്റ് ഔട്ടിൽ വരുന്നത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് ഒരു മെയിൻ ഡോറും ഒരു സിംഗിൾ കള്ളി വിൻഡോ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് ഹാളിലോട്ട് കയറാം. ഇതാണൊരു ലിവിങ് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഇവിടെയൊക്കെ സോഫ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ സൈസാണ്. ബാക്കി ബാലൻസ് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് പൂജാ റൂം സെറ്റ് ചെയ്യേണ്ടവർക്ക് പൂജാ റൂം സെറ്റ് ചെയ്യാം. അതുകൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് നേരെ ഡൈനിങ് ഹാളിലോട്ട് പ്രവേശിക്കാം. ഡൈനിങ് ഹാളിലോട്ട് കടന്നു കഴിഞ്ഞാൽ നല്ല നീളവും വീതിയുമുള്ള ഒരു ഡൈനിങ് ഹാളാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു ആർച്ചിലൂടെയാണ് നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഡൈനിങ് ഹാളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോർണറിൽ ഈ ഒരു വാളിൽ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് ഡൈനിങ് ടേബിൾ വരുന്നത്. അത്യാവശ്യം ഒരുപാട് പേര് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിലും ബാലൻസ് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഡൈനിങ് ഹാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരുവിധ പാസിങ്ങോ അതായത് മാൻ പാസിങ്ങോ ഒന്നും ഇതിൽ വരുന്നില്ല. അതായത് ഇതിൽ ആളുകൾ പോവുകയാണെങ്കിൽ ഇതിലൂടെ പാസിങ് വരുന്നുള്ളൂ. ഒഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല സൗകര്യമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്നും നേരെ നോക്കിയാൽ നമ്മൾ സ്റ്റെയർ റൂം കാണാം. ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ റൂം വരുന്നത്, അപ്സ്റ്റെയറിലോട്ടുള്ളത്. അത് നമുക്ക് അപ്സ്റ്റെയറിലോട്ട് പോകുമ്പോൾ നോക്കാം. അടുത്തത് നമ്മൾ ഒരു ഗസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഈ ഡൈനിങ് ഹാളിൽ നിന്നും മറ്റൊരു പാസേജിൽ കയറിയിട്ടാണ് ഗസ്റ്റ് ബെഡ്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. ഇങ്ങനെ ഗസ്റ്റ് ബെഡ്റൂമിലെത്തി. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. ഇതിലും പറഞ്ഞ പോലെ തന്നെ ബെഡിൻ്റെ സ്പേസ് ഡബിൾ സൈസായിട്ടുള്ള ബെഡാണ് ഇതിലും കാണിച്ചിട്ടുള്ളത്. ഇതിലും ബാലൻസ് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വാളിൽ നമ്മൾ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ 3 കള്ളിയുടെ 2 വിൻഡോസാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെൻറ്റിലേഷനും നല്ല രീതിക്ക് നടക്കും. ഇത്രയും കാര്യങ്ങളാണ് ഗസ്റ്റ് ബെഡ്റൂമിൽ വരുന്നത്. ഇനി നമുക്ക് നേരെ ഈ പാസേജിലോട്ട് തന്നെ ഇറങ്ങി അടുത്തത് കിച്ചണാണ് വരുന്നത്. കിച്ചണിൽ കയറി മോഡുലാർ കിച്ചണാണ്.
നമുക്ക് ഓപ്പൺ കിച്ചൺ ആക്കാൻ കഴിയുന്നതല്ല, ഒരു ക്ലോസ്ഡ് കിച്ചണാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ കിച്ചൺ മോഡുലാർ കിച്ചൺ ആക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫെസിലിറ്റീസും ഇതിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയ ഫയർ കിച്ചൺ ആക്കിയിട്ട് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ നോർമൽ അടുപ്പ് വരുന്നത്. ഇതാണ് അത് ഫയർ കിച്ചണിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ളൊരു ഫയർ കിച്ചണാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു എക്സിറ്റ് ഡോർ കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കിച്ചണും വർക്ക് ഏരിയയും വരുന്നത്. ഇത് കഴിഞ്ഞ് നമുക്കൊരു സ്റ്റോർ റൂം കൂടെ ഈ വീട്ടിലുണ്ട്. ഒരു എക്സ്ട്രാ ഫെസിലിറ്റി എന്ന രൂപത്തിൽ സ്റ്റോർ റൂം കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള നല്ല സ്പേസുള്ള സ്റ്റോർ റൂം തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇനി സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ നമുക്ക് ഡൈനിങ് ഹാളിലെത്തി. ഇനി സ്റ്റെയർ റൂം, അതിൻ്റെ താഴെയുടെ പോയിട്ടാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ ഒരു കോമൺ ബാത്റൂമുണ്ട്. അത് കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ എൻട്രിയാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറ് ഇവിടെയാണ് വരിക, ഇവിടെയല്ല കാണിച്ചിട്ടുള്ളത്, ഇവിടെയാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറ് ഇവിടെ വെക്കുക. ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത്. ആ ഡോറ് തുറന്ന് നമ്മൾ എൻ്റർ ചെയ്താലൊരു പാസേജാണ് വരുന്നത്. ഈ പാസേജിലാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. അതായത് നമുക്ക് ബെഡ്റൂമിലോട്ടുള്ള ഡയറക്റ്റ് എൻട്രി അത് നമുക്ക് ഒഴിവാക്കാം ബാത്റൂമിൽ നിന്നുമുള്ള. അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്നുമുള്ള വെള്ളം ഇങ്ങോട്ട് കണക്ഷൻ വരുന്നതും ഒഴിവാക്കാം. ഈ ഒരു പാസേജ് വഴി നമ്മൾ ഈ ഡോറ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക. അതല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ വെച്ചിട്ട് ആ ഡ്രസ്സിങ് ഏരിയയിലോട്ട് ബാത്റൂമിൽ നിന്നും എൻട്രി കൊടുത്തിട്ട് പിന്നീട് ബെഡ്റൂമിലോട്ടുള്ള എൻട്രി കൊടുത്താൽ മതി. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇത് നല്ല സ്പേസുള്ള ഒരു ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല നീളത്തിലും അത്യാവശ്യം വീതിയിലുമുള്ള ഒരു ബാത്റൂമാണ് വരുന്നത്. ഇനി ബാത്റൂമിൽ നിന്നും എക്സിറ്റ് അടിച്ച് നേരെ നമ്മൾ ബെഡ്റൂമിലെത്തി. മാസ്റ്റർ ബെഡ്റൂമാണിത് വരുന്നത്. ഇതിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിങ് സൈസ് ബെഡാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാലൻസ് സ്പേസ് എത്രത്തോളം ഉണ്ടെന്നുള്ളതും നിങ്ങൾക്ക് നോക്കിയാൽ അറിയും. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു വാർഡ്രോബ് ഈ ഒരു ബാത്റൂമിൻ്റെ വാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ വാളിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും താഴെ നിലയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരു വരി കല്ലെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നും വാർഡ്രോബ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാത്റൂമിൽ ലീക്കേജ് വരാതെ നോക്കുക. ബാത്റൂമിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് വെക്കുന്ന ഏരിയകൾ പൂപ്പൽ വന്ന് ഈ ഒരു വാർഡ്രോബ് നാശാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബാക്കിൽ ബോർഡ് അടിക്കുന്ന സമയത്ത് ഇതൊരു വാർഡ്രോബിൻ്റെ ബാക്ക് നമുക്ക് ഹോളായിരിക്കും. അത് ബോർഡ് അടിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ബോർഡ് അടിച്ച് ക്ലിയർ ആക്കാൻ പറയുക. അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലും പറഞ്ഞ പോലെ തന്നെ 3 കള്ളിയുടെ 2 വിൻഡോസാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കാരണം നല്ല വെന്റിലേഷൻ ഈ റൂമിനും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇനി നമുക്ക് അപ്സ്റ്റെയർ കടന്ന് മുകളിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് നോക്കാം. ഇത്രയും ഏരിയ ഫുൾ ഫെസിലിറ്റീസ്. ഇനി ഇതിൽ ഫെസിലിറ്റീസ് ഒന്നും ആഡ് ചെയ്യാനില്ല എന്നതാണ് എൻ്റെ ഒരു തോന്നൽ. എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടെ ഈ ഒരു വീട് ഗ്രൗണ്ട് ഫ്ലോറിൽ പോർച്ച് നമുക്ക് ഏരിയയിൽ ഉൾപ്പെടുന്നതല്ല. അതിനാൽ പോർച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പോർച്ച് നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഏരിയ നമ്മുടെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1010 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഇത്രയും എല്ലാ ഫെസിലിറ്റീസും നല്ല സൈസും ഉള്ള എല്ലാ റൂമുകളും എല്ലാ ഏരിയകളും കൂടി 1010 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. പിന്നെ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കിടക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ നിന്നും ഇങ്ങനെ സ്റ്റെയർ കയറി വന്ന് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് നമ്മളൊരു അപ്പർ ലിവിങ്ങിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു അപ്പർ ലിവിങ് വരുന്നത് താഴെയുള്ള അത്ര സൈസ് ഇല്ലെങ്കിലും മുകളിൽ വേണ്ടത്ര സൈസ് ഉള്ളൊരു അപ്പർ ലിവിങ് ആണ് വരുന്നത്. ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വാളിൽ ഇവിടെ നമുക്ക് ഈ വിൻഡോൻ്റെ മുകളിലോ
ഈ ഒരു ഡോറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു അപ്പർ ലിവിംഗ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഒരു ബെഡ്റൂമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നേരെ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ താഴെ മാസ്റ്റർ ബെഡ്റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പാസേജിലോട്ട് ഇറങ്ങി ഈ പാസേജിൽ നിന്നാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലോട്ടുള്ള എൻട്രി കാണിച്ചിട്ടുള്ളത്. അത് വളരെ സൗകര്യമായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത് വരുന്നത്. അതല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ബെഡ്റൂമിലോട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു കണക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത് കാരണം നിങ്ങളെല്ലാവരും ബാത്റൂം അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോറ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ പാസേജിലൂടെ നമ്മൾ നേരെ ബെഡ്റൂമിലെത്തി. താഴെയുള്ള ബെഡ്റൂമിൻ്റെ അതേ സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിലും പറഞ്ഞ പോലെ തന്നെ ഡബിൾ സൈസ് ബെഡാണ് വെച്ചിട്ടുള്ളത്. ബാലൻസ് ഇത്രയും ഏരിയ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു നമ്മൾ വാർഡ്രോബ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് വാർഡ്രോബിൻ്റെ ബോർഡ് ചെയ്യുന്നത് കറക്റ്റാക്കിയിട്ട് ചെയ്യാൻ പറയുക. അത്യാവശ്യം തിക്നെസ്സിൽ ചെയ്യാൻ പറയുക. അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലീക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അങ്ങനെ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് അതുപോലെ തന്നെ വാർഡ്രോബ് എല്ലാം പൂപ്പൽ പിടിച്ച് നാശാവുന്നതാണ്, അത് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് പണി അറിയാവുന്ന ആളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 2-3 കള്ളിയുടെ വിൻഡോ ആണ് ഇതിലും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെന്റിലേഷൻ അത് കാരണം ഈ റൂമിനും കിട്ടും. ഇതാണ് നമുക്ക് മുകളിലെ ബെഡ്റൂമിൽ വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ നേരെ ലിവിങ് ഹാളിലോട്ട് ഇറങ്ങി ഒരു ബാൽക്കണിയാണ് വരുന്നത്, കോമൺ ബാൽക്കണിയാണ് വരുന്നത്. എലിവേഷനിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീടിൻ്റെ ഭംഗി കൂടുതൽ എടുത്ത് കാണിക്കുന്നത് ഈ ഒരു ബാൽക്കണിയിലാണ്. ബാൽക്കണി ഒരു സൈഡ് ക്ലോസ്ഡ് ആണ് വരുന്നത്, ഫ്രണ്ട് ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകളിൽ ഫെസിലിറ്റീസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീടിന് 2 ബെഡ്റൂം കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ടെറസിലോട്ടുള്ള ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെറിയൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഔട്ട്ഡോർ സിറ്റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഓപ്പൺ ടെറസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് റൂം അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ബാത്റൂം കിട്ടും. അത് കഴിഞ്ഞ് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം കിട്ടും. ഈ ഒരു ബാത്റൂം നിങ്ങൾക്ക് കോമൺ ബാത്റൂം ആക്കുകയാണെങ്കിൽ ഇവിടെ കൂടി ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു ബാത്റൂം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ താഴെയുള്ള പോലെ തന്നെ ഈ ഒരു ബാത്റൂം ഇവിടെ നമ്മളൊരു ബെഡ്റൂം കൊടുക്കുകയാണെങ്കിൽ അത് മാസ്റ്റർ ബെഡ്റൂം ആക്കിയിട്ട് ഇവിടെയുള്ളത് അറ്റാച്ച്ഡ് ആക്കുക. താഴത്തെ സെയിം രീതിക്കാക്കി കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം നമുക്ക് കോമൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇതിലൂടെ മറ്റൊരു ബെഡ്റൂം ഇവിടെ അറേഞ്ച് ചെയ്ത് ഇവിടെ ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം കിട്ടും, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം കിട്ടും. അങ്ങനെ 5 ബെഡ്റൂമിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഇതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയും ഏരിയയാണ് ഈ ഒരു വീടിന് വരുന്നത്. ഇത്രയും ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 400 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ. ഒരു ബെഡ്റൂം, ഹാള്, ബാൽക്കണി, സ്റ്റെയർ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം അടക്കം നമുക്ക് വരുന്നത് 400 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ പ്ലാനിൽ വരുന്നത്. ഇനി ഇതിൽ പറഞ്ഞ പോലെ തന്നെ 2 ബെഡ്റൂം കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതിന് 2 ബെഡ്റൂം ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ പ്ലാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിലും ഞാനുമായി ബന്ധപ്പെടുക, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടിങ് നടത്താനോ മറ്റു ഇൻഫർമേഷന് വേണ്ടിയോ ഞാനുമായി ബന്ധപ്പെടാം. ഇനി ഈ ഒരു വീടിൻ്റെ മിനിമം പ്ലോട്ട് റിക്വയർമെൻറ്റ് പറയാം. ഇത്രയും ഏരിയയിലുള്ള ഈ ഒരു വീട്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 1010 സ്ക്വയർ ഫീറ്റാണ്. 1010 സ്ക്വയർ ഫീറ്റ് വിത്ത് പോർച്ചടക്കം നമുക്ക് ഈ ഒരു വീട് ചെയ്യാൻ മിനിമം പ്ലോട്ട് റിക്വയർമെൻറ്റ് വരുന്നത് 4.5 സെൻറ്റ് പ്ലോട്ടാണ് വരുന്നത്. മിനിമം 4.5 സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീട് പോർച്ചടക്കം നമുക്ക് ഈ ഒരു വീട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഇൻഫർമേഷനും മറ്റു ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടി ഞാനുമായി ബന്ധപ്പെടുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.